ഇനി പാർട്ടി എത്ര ഉച്ചത്തിൽ കൂകി വിളിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പക്ഷേ അദ്ദേഹം അത്ര പെട്ടെന്ന് രാജിവെച്ചില്ല എങ്കിലും പാർട്ടിക്കത് ക്ഷീണമായി തന്നെ മാറുകയാണ്. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം ഇപ്പോഴിതാ കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറിയിരിക്കുന്നു. അതിനർത്ഥം ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എറണാകുളം ജില്ലാ കോടതിയുടെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കേസുകൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7-നാണ് ഫയൽ കൈമാറിയിരിക്കുന്നത്. ഏതായാലും വീണ വിജയൻ്റെ കേസുമായി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടാണ് SFIO കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടതിനു ശേഷമാണ് SFIO അവരെ പ്രതിപട്ടികയിൽ ചേർത്തത് എന്ന് പറയുമ്പോൾ അവരും കൂടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് നടത്തിയെന്ന് വളരെ വ്യക്തമാകുന്നത്. ഇതിനു ശേഷവും മുഖ്യമന്ത്രി രാജിവെക്കാതെ ഇങ്ങനെ തുടർന്നാൽ പ്രതിഷേധം കടുക്കുമെന്നതിൽ സംശയം വേണ്ട. പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയൊരായുധമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്തത് മാറുകയാണ്. നമുക്കറിയാം, മധുരയിൽ CPM-ൻ്റെ അഖിലേന്ത്യാ സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മധുരയിൽ CPM-ൻ്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പണ്ട് UPA മന്ത്രിസഭയിലുണ്ടായ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻ കുമാർ ബൻസലിൻ്റെ ബന്ധു ഒരു അഴിമതി കേസിൽപ്പെട്ടപ്പോൾ ആ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് CPM. ആ CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം ഒരു കേന്ദ്രമന്ത്രിയുടെ അകന്ന ഒരു ബന്ധു അഴിമതി കേസിൽപ്പെട്ടപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞ അതേ സാഹചര്യം ഇന്ന് ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടപ്പോൾ രാജിവെക്കണമെന്ന് സ്വയം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് അകന്ന ബന്ധുവായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ മകളാണ് അഴിമതി കേസിൽപ്പെട്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടി തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, കോടിയേരിയുടെ മകൻ ഒരു കേസിൽപ്പെട്ടപ്പോൾ ഈ നിലപാടല്ല CPM പാർട്ടിക്കുണ്ടായത്. പാവം കോടിയേരിയെ അവസാന നാളിൽ പോലും മാറ്റി നിർത്തി കോടിയേരിയുടെ മകൻ്റെ കേസുകൊണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും CPM 2 നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് പ്രവർത്തകർ കണ്ടില്ല എന്ന് നടിക്കില്ല. യഥാർത്ഥ പ്രവർത്തകർ CPM-ന് ഇപ്പോഴും നല്ല കഴിവുള്ള പ്രവർത്തകർ തന്നെയാണ്. ആ പ്രവർത്തകർ ഒരുപക്ഷെ പിണറായി വിജയനെ വെറുത്തു തുടങ്ങിയാൽ കേരളത്തിലെ CPM-ൻ്റെ അവസ്ഥ പടുകുഴിയിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ ഭയന്നാണോ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒപ്പമുള്ളവർ മത്സരിക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോകും. അത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനൊക്കെ CPM ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം പറഞ്ഞതാണ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ നമ്മൾ കണ്ടത്. ഇത് സ്വർണ്ണക്കടത്ത് പോലൊരു കേസല്ല. തെറ്റായ രീതിയിൽ സ്വന്തം മകളുടെ അക്കൗണ്ടിൽ വന്നൊരു പണം അത് മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാലും കോടതിയിലും അന്വേഷിച്ച ഏജൻസിയും ഒക്കെ അത് കണ്ടെത്തിയിരിക്കുന്നു. അതിന് തെളിവുകൾ വന്നിരിക്കുന്നു. ഈ കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് മുകളിൽ BJP വെക്കുന്നൊരു കത്തിയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്കിനെ വെച്ച് BJP എങ്ങനെ വിലപേശിയോ അതാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വെച്ച്, അങ്ങനെ മകളുടെ ഒരു കേസിനെ വെച്ച് ഇപ്പോൾ BJP വിലപേശാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന സംശയമുണ്ട്. എന്തുതന്നെയായാലും മുഖ്യമന്ത്രിയുടെ മകൾ കളവ് കേസിൽ അല്ലെങ്കിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിരിക്കുന്നു എന്നും കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രിയെയും മകളെയും തള്ളിപ്പറഞ്ഞേ മതിയാകും. അത് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുമെന്ന് തന്നെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്.